ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇനി നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ, പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഈ റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ദിസ് ഈസ് ദ സ്പിരിച്വൽ കണക്ഷനാണ്. സോ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ലവ് അട്രാക്ഷൻ ആയിരിക്കും. ലവ് എന്ന് നമുക്കിതിനെ ചുരുക്കി പറയാനും പറ്റില്ല. എല്ലാ തരത്തിലുള്ള ഒരു അട്രാക്ഷനും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ ഒരു നിമിഷം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അത്രമാത്രം ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള ഒരു സോൾ എനർജിയാണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളതായിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ സിഗ്നൽസ് ആയിട്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള യൂണിവേഴ്സൽ സിഗ്നൽസ്, സൈനുകൾ എത്തുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ നമ്പേഴ്സ് ലൈക്ക് 111 222 333, പിന്നെ ഈ പറയുന്ന പോലെ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ലവ് ബേർഡ്സിനെ പോലുള്ള ലൈക്ക് രണ്ട് ഇണകൾ ചേർന്നിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതിനുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്തായാലും അത്യാവശ്യം. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ, ഈ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അവരുടെ ആ ഒരു സോൾ തിങ്ക് ചെയ്യുന്നത് എന്താണോ, അല്ലെങ്കിൽ അവരിൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണോ, അല്ലെങ്കിൽ അവരല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവർ നുണ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനടി തന്നെ യൂണിവേഴ്സ് അത് വ്യക്തമാക്കി തരുന്നുണ്ടായിരിക്കും. അവർ നുണയാണ് പറയുന്നത്, ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ പല ഇൻഡ്യൂഷൻസ് വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വളരെയധികം വരുന്നുണ്ടായിരിക്കും. ആ ഒരു പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളത് ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് ഇന്നറിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് ചിന്തകൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ കോൺവെർസേഷനെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് അവരിപ്പോൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലാസ്റ്റ് സീൻ വെച്ച് മുതലുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ രീതിയിൽ വരുന്നതോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തമായിട്ട് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളിലും വ്യക്തത വരുന്നുണ്ടായിരിക്കുക. അതിലൂടെയാണ് ടാരറ്റ് റീഡിങ്ങിലൂടെ നിങ്ങൾ എത്തുന്നത് തന്നെ. ഈ ഒരു പേഴ്സണിലൂടെയാണ് ടാരറ്റ് റീഡിങ്ങിലേക്ക് എത്തുന്നത്. ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ മുന്നോട്ടുള്ള വഴികൾ ഇന്നതൊക്കെയാണ്, പർപ്പസിനെ കാണിക്കാനൊക്കെ തന്നെയാണ്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വ്യക്തത നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ വരാനിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഗെയിൻ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി തന്നെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അഗെയിൻ നമ്മൾ ലാസ്റ്റ് റീഡിങ് നമ്മൾ ഡെസ്റ്റിനിയുടെ റീഡിങ് എടുത്തിരുന്നു. ഇവിടെ അഗെയിൻ ഡെസ്റ്റിനി കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. ആൻഡ് പ്രയേഴ്സ്, നിങ്ങൾ എന്തെങ്കിലും പ്രയേഴ്സൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറെക്കുറെ അവർ പറയാതെ തന്നെ പല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ ഒളിപ്പിക്കുന്ന പല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും, മുമ്പ് നുണ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കും പല രീതികളിലും. ഓക്കെ, സോ ഇതിലൂടെയൊക്കെ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അവർ പറയാതെ തന്നെ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുറമെ നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ എന്നല്ല, നല്ലൊരു സ്ത്രീ അല്ലെങ്കിൽ നല്ലൊരു പുരുഷനായിട്ട് തന്നെ ആയിരിക്കും വ്യക്തമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്താണ് അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണോ അത് നിങ്ങളുടെ അടുത്ത് അവർ കാണിക്കും, അല്ലെങ്കിൽ നിങ്ങളെടുത്തായിരിക്കും അത് അവരിലൂടെ പുറത്ത് വരുന്നുണ്ടായിരിക്കുക. ബാക്കിയുള്ളവരോടൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുകയും, പക്ഷെ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും അവരുടെ സ്വഭാവം മുതലുള്ള പല രഹസ്യങ്ങളും അറിയുന്നുണ്ടായിരിക്കുക. A to Z അവർ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയും. ഓക്കെ, അവരുടെ തന്നെ കാര്യങ്ങൾ. ആൻഡ് അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള ക്യാരക്ടർ നിങ്ങളിലായിരിക്കും അത് പ്രകടമാകുന്നുണ്ടായിരിക്കുക.
ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകതയാണത്. പുറമേ അവരെത്ര നല്ലതായിട്ട് ഇതാക്കിയാലും നിങ്ങൾക്കാണ് അവരുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം അവർ കാണിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് നിങ്ങളുടെ സോളിലൂടെയാണ് അവർക്ക് ആ ഒരു പ്യൂരിറ്റി കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് നിങ്ങളും ഓൾസോ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ നിങ്ങൾ തന്നെ അറിയാത്ത പല വികാരങ്ങളും നിങ്ങൾക്ക് വരുന്നത് ഈ വ്യക്തിയോടായിരിക്കും. വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം അല്ലെങ്കിൽ മറ്റൊരു അങ്ങനത്തെ വികാരം മാത്രമല്ല ഞാൻ പറയുന്നത്. ദേഷ്യം, സങ്കടം, ഹാപ്പിനെസ്, എല്ലാ തരത്തിലും നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത പലതരത്തിലുള്ള ആ ഒരു ഇമോഷൻസ്, വികാരങ്ങൾ ഈ വ്യക്തിയിലൂടെ നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് വേറൊരു സത്യം. ഓക്കെ, അതാണ് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നത്. സോ ഇതിൽ അഗെയിൻ ഒരു റീയൂണിയൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലൂടെ മാത്രമാണ് ആ ഒരു സോളിൻ്റെ അല്ലെങ്കിൽ പ്യൂരിറ്റി അവിടെ പ്രോസസ്സ് ചെയ്ത് വരുന്നത്. അവരെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളിലൂടെ മാത്രമാണ് അവരെ ആക്കാൻ പറ്റുക. ആ ഒരു സോളിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ പറ്റുക നിങ്ങളുടെ ഒരു എന്താ പറയുക ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം നിങ്ങൾ പോയിട്ട് ഹീലിംഗ് പഠിക്കണം, ഹീലിംഗ് ചെയ്യണം എന്നല്ല. പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ വൺ ഓഫ് ദ ഡെസ്റ്റിനിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. സെൽഫ് വർത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്യാനായിട്ട് പഠിക്കണം. ആൻഡ് ഡിസ്കവറി, പല കാര്യങ്ങളും നിങ്ങൾ ഇനിയും അറിയാനായിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പല വ്യക്തമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഗൈസ്. നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇനി മുമ്പോട്ടേക്ക് അറിയാനായിട്ട് പോകുന്നുണ്ട്. ഡിസ്കവറി കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കും. അത് ചിലപ്പോൾ നിങ്ങളിൽ ഭ്രാന്തമായിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്ന് സൂക്ഷിച്ചേക്കാം. നിങ്ങൾ എന്താ മെഡിറ്റേറ്റ് ചെയ്യുക. മനസ്സിന് ശക്തി എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ഊർജസ്ഥമാക്കാന്ന് പറയില്ലേ, അത്തരത്തിലാക്കുക നിങ്ങൾ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സോളിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പേഴ്സണിലാണ്. ഓക്കെ, ഫോർഗീവ്നെസ് കാർഡിൽ ഇവിടെ വ്യക്തമാക്കുന്നത് അതാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലൂടെ ഇരിക്കുമ്പോൾ, ആ വ്യക്തിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം. അവരുടെ ഒരു കോള്, ഹലോ സുഖമാണ് എന്നുള്ളൊരു വാക്ക്, ഒരു മെസ്സേജ്, അത് നിങ്ങളെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആക്കുന്ന കാര്യങ്ങളൊന്നാണെന്നല്ല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് എന്നുമാണ്. ഈ പേഴ്സൺ കുറച്ച് ട്രിക്ക് അല്ലെങ്കിൽ കുറച്ച് കള്ളത്തരക്കുള്ളൊരു പേഴ്സണാണ്. നിങ്ങളടുത്ത് നുണകൾ കുറേയൊക്കെ പറയുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചോദിക്കുമ്പോൾ പല നുണകളും പറയും. എവിടെയായിരുന്നു ഇത്ര നേരം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വേറെ തിരക്കിലായിരുന്നു, ഇതാണെന്നൊക്കെ കൂടുതൽ കുത്തി ചോദിക്കാൻ നിൽക്കുമ്പോൾ അവർക്കത് ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് അവരുടെ ഒരു കള്ളത്തരം നിങ്ങൾ കുത്തി ചോദിക്കുമ്പോൾ അവർക്കത് ദേഷ്യം ഉളവാക്കുകയും പിന്നീട് അതൊരു വാക്ക് തർക്കത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്.